തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്കെന്നും വെല്ലുവിളിയാകുന്ന ഒരു കൂട്ടരുണ്ട്, അപരന്മാരുടെ സാന്നിധ്യം. ചരിത്രം പരിശോധിച്ചാൽ പല അട്ടിമറികൾക്കപ്പുറം പതനം സംഭവിച്ച രാഷ്ട്രീയ അധികായർ വരെ ഇക്കൂട്ടരുടെ സാന്നിധ്യം കൊണ്ട് പരാജയത്തിന്റെ രുചിയറിഞ്ഞ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടുണ്ട്. സമീപകാല ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും മുന്നണികൾക്കെതിരെ അപരന്മാർ ഉയർത്തുന്ന വെല്ലുവിളിയുടെ ആഴം. 2004 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VM സുധീരനെ അപരനിലൂടെ നഷ്ടമായത് 1009 വോട്ടുകളാണ്. BS സുധീരൻ നേടിയത് 8282 വോട്ടുകൾ. LDFിൻ്റെ KS മനോജായിരുന്നു എതിരാളി. കൈപ്പത്തിയായിരുന്നു VM സുധീരൻ്റെ ചിഹ്നമെങ്കിൽ ഷട്ടിൽ കോട്ടായിരുന്നു VS സുധീരൻ്റെ ചിഹ്നം. ഷട്ടിൽ കോട്ടും കൈപ്പത്തിയും ബാലറ്റ് പേപ്പറിൽ അച്ചടിക്കുമ്പോൾ ഏകദേശം സമാനമായ ചിഹ്നമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സുധീരൻ്റെ അപരനിലേക്ക് വോട്ടുകൾ എത്തിയത്. പരാജയത്തിന്റെ കൈപ്പിനീരറിഞ്ഞില്ലായിരുന്നെങ്കിൽ UPA മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി പദവി വരെ VM സുധീരനെ തേടി എത്തുമായിരുന്നു. പക്ഷേ പരാജയത്തോടെ സുധീരന്റെ പാർലമെന്ററി മുഖം തന്നെ ഇല്ലാതായി മാറി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിച്ച T ശശിധരന്റെ കാര്യത്തിലും മറിച്ചല്ല സംഭവിച്ചത്. 1867 വോട്ടുകളാണ് അപരനായ ശശിധരൻ നേടിയത്. കേരള കോൺഗ്രസ് എം മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടനോട് 406 വോട്ടുകൾക്കായിരുന്നു T ശശിധരന്റെ പരാജയം. അപരനിലൂടെ വിജയം കൈവിട്ടുപോയ മറ്റൊരു നേതാവായിരുന്നു K സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ അപരൻ K സുന്ദരൻ നേടിയത് 467 വോട്ടാണ്. സുന്ദരയ്ക്ക് കിട്ടിയ വോട്ടിന്റെ 4/1 K സുരേന്ദ്രന് ലഭിച്ചിരുന്നെങ്കിൽ MLA സ്ഥാനം വരെ K സുരേന്ദ്രൻ നേടാമായിരുന്നു. മറ്റൊരു സമാനമായ പരാജയം മുൻപുണ്ടായത് നിയമസഭാ സ്പീക്കർ കൂടിയായ AN ഷംസീറിനാണ്. 2014 ഷംസീർ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് മത്സരിക്കുമ്പോൾ 3306 വോട്ടിനായിരുന്നു തോൽവി അറിഞ്ഞത്. അപരനായി നിന്ന ഷംസീറിന് ലഭിച്ചതാകട്ടെ 3485 വോട്ടുകൾ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിലുള്ളതായിരുന്നു മറ്റൊരു പോരാട്ടം. ഇരുവർക്കും അപരന്മാരുണ്ടായിരുന്നു. MK രാഘവന് 2ഉം റിയാസിന് 3ഉമായിരുന്നു അപരന്മാർ. MK രാഘവന്റെ അപരന്മാർ 2743 വോട്ടും റിയാസിന്റെ അപരന്മാർ 6371 വോട്ട് നേടി. 838 വോട്ടിനാണ് റിയാസ് അന്ന് പരാജയപ്പെട്ടത്. എന്തായാലും സമാനമായ പല കണക്കുകളുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വരുത്തിയ കണക്കുകളാണ് ഇവയെല്ലാം. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.